ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഇരുപത് മിസ് കോളോ? എന്തിനാണ് വിളിച്ചത്? ഹലോ അളിയാ, നീ എന്താ വിളിച്ചേ? ഞാൻ ഇപ്പോഴും മിസ് കോളുണ്ടേ. എത്ര നേരം കൊണ്ട് നിന്നെ വിളിക്കുന്നു? ഞാൻ റൈഡിങ്ങിലായിരുന്നടാ, ഒരു ഫ്രണ്ടിനെ കാണാൻ പോകാനായിട്ട്. ഞാൻ മിസ് കോൾ ശ്രദ്ധിച്ചില്ല. നീ പെട്ടെന്ന് വീട്ടിലേക്ക് വാ. എന്താടാ കാര്യം? ഞാൻ കുറച്ച് ദൂരെയാ. നീ കാര്യം പറ. എടാ അമ്മയ്ക്ക്. അമ്മയ്ക്ക് എന്ത് പറ്റി? എടാ അമ്മയ്ക്ക് ഒട്ടും വയ്യ, നിന്നെ കാണണമെന്ന് പറയുക. നീ പെട്ടെന്ന് വീട്ടിലേക്ക് വാ. ആ ശരി, ഞാൻ ഉടനെ വരാം. ഈ യാത്ര അതെനിക്ക് അനിവാര്യമായിരുന്നു. കഴിഞ്ഞ വർഷക്കാലത്തിനിടയിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് നല്ല നിമിഷങ്ങൾ, അതിനെയൊക്കെ തിരിച്ചെൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള ഒരു ഓട്ടം. അതിലുമുപരി ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം. ഞാൻ, അച്ഛൻ, അമ്മ അടങ്ങുന്നൊരു കൊച്ചു കുടുംബമായിരുന്നു എൻ്റേത്. ബിസിനസ് തിരക്കുകൾക്കിടയിൽ എന്നെയും എൻ്റെ അമ്മയെയും സ്നേഹിക്കാനും അതിനുള്ള സമയം കണ്ടെത്താനും പലപ്പോഴും അച്ഛൻ മറന്നു.
എല്ലാവരുടെയും ജീവിതത്തിൽ സാധാരണയായി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊഴികെ മറ്റൊരു പ്രശ്നങ്ങളും അവർക്കിടയിൽ ഇല്ലായിരുന്നു. പക്ഷേ എന്ത് കാര്യങ്ങൾ നടക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചോ അത് തന്നെ പിന്നീടുണ്ടായി. ഒരു 10 വയസ്സുകാരന് മനസ്സിലാവുന്ന കാര്യങ്ങളെ എനിക്കൊന്ന് മനസ്സിലായിരുന്നുള്ളൂ. പക്ഷെ ഒരു കാര്യം മാത്രം ഉറപ്പായിരുന്നു, അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയതാണെന്നും ഇനി തിരിച്ചു വരില്ലെന്ന്. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞുപോയി. പിന്നീട് ഒരിക്കലും അമ്മ അച്ഛനെക്കുറിച്ച് എന്നോട് സംസാരിച്ചിട്ടില്ല. അമ്മയെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ഞാനും ഒന്നും ചോദിച്ചിട്ടില്ല. ഗുഡ് മോർണിംഗ് അമ്മ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ ഇത്ര രാവിലെ? ഏതു പെണ്ണാ നിനക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുന്നത്? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവുക, അല്ലാതെ എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ ഒരാളും ഇല്ല. ഇനി കണ്ടറിയാം ഇനി എന്നാ നീ ഒരുത്തിയെ വിളിച്ചിറക്കിക്കൊണ്ട് വരുന്നേന്ന്. സത്യം പറഞ്ഞ അമ്മേ, ഇപ്പോൾ എനിക്ക് ആരുമില്ല. ചിലപ്പോൾ ഇനി ആരെങ്കിലും ഉണ്ടാവണമെന്ന് ഉറപ്പുമില്ല. കാരണം എൻ്റെ അമ്മയെപ്പോലെ അത്ര സൗന്ദര്യമുള്ളൊരു പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സൗന്ദര്യത്തിൽ അമ്മയെ വെല്ലുന്നൊരു പെൺകുട്ടി വരട്ടെ, അപ്പോൾ നമുക്ക് നോക്കാം. അർജുൻ, എനിക്ക് നിന്നോട് സീരിയസ് ആയി ഒരു കാര്യം പറയാനുണ്ട്. അമ്മ പറഞ്ഞു. ഇനി എന്താ നിന്റെ പ്ലാൻ? ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, ഇനി എന്താ നീ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്? അങ്ങനെ ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ആദ്യം തരക്കേടില്ലാത്തൊരു ജോലി, പിന്നെ എൻ്റെ അമ്മയെ പൊന്നുപോലെ നോക്കണം, അത്രയേ ഉള്ളൂ. അതുപോരാ, എനിക്കൊരാഗ്രഹമുണ്ട്. നിനക്ക് IPS ട്രെയിനിങ്ങിന് ചേർന്നൂടെ? ദാ, നീ ഈ പത്രം ഒന്ന് നോക്കി. ദിനം പ്രതി എത്ര പെൺകുട്ടികളെ പീഡിപ്പിക്കപ്പെടുന്നത്? എന്നാൽ അവന്മാർക്കൊക്കെ തക്കതായ ശിക്ഷ കിട്ടുന്നുണ്ടോ? ഇല്ല. കുറച്ചു നാൾ ജയിലിൽ, ചിലർ ഇപ്പോൾ സുഖമായിട്ട് കഴിയുന്നു. എന്നാൽ ഇവരെയൊക്കെ നിയന്ത്രിക്കാൻ, വേണ്ടി വന്നാൽ കൊല്ലാൻ നല്ല നട്ടെല്ലുള്ള ആണത്തുമുള്ള ഒരു പോലീസുകാരനെയാണ് വേണ്ടത്. എൻ്റെ മോൻ അങ്ങനെയുള്ള ഒരു പോലീസ് ഓഫീസറാണെന്ന് ഈ നാട് മുഴുവൻ പറയണം. അതാണ് അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം. നല്ല രസമുണ്ട് കേൾക്കാൻ. അമ്മേ, ഇതൊക്കെ ആഗ്രഹിച്ച് തന്നെയാണ് എല്ലാവരും പോലീസാകുന്നത്. പക്ഷേ ഇതുവരെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഈ IPS ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നിസാര കാര്യമാണോ? അമ്മ വേറെ വല്ലതും പറഞ്ഞേ. എടാ, നീ ഒരാൾ പോലീസായി ഈ നാട് നന്നാക്കാനൊന്നും നോക്കണ്ട. പക്ഷെ നീ കാരണം ഒരു സ്ത്രീക്കെങ്കിലും, ഒരു പെൺകുട്ടിക്കെങ്കിലും ഒരു രാത്രി സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ കഴിയട്ടെ. അതായിരിക്കും ഇന്നത്തെ സമൂഹത്തോട് നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ഈ ഡയലോഗ് വല്ല സിനിമയിലെങ്കിലും പറഞ്ഞാൽ ആൾക്കാരെങ്കിലും കൈയടിക്കും. അമ്മ പോയേ നടക്കുന്ന കാര്യം വല്ലോണ്ടേ പറ. ശരി. ആ, പെട്ടെന്ന് കഴിച്ച് റെഡിയാവ്. എന്നിട്ട് അമ്മയെ സ്കൂളിലേക്കൊന്ന് ഡ്രോപ്പ് ചെയ്യണം. യൂത്ത് ഫെസ്റ്റിവലിന് റിഹേഴ്സൽ ഉള്ളതാ. ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ അമ്മ എന്നോട് ആവശ്യപ്പെട്ട ഒരേയൊരു കാര്യം അതായിരുന്നു. പക്ഷേ എന്തോ അമ്മ പറഞ്ഞ ആ ആഗ്രഹത്തോട് എനിക്കൊരു താല്പര്യവും ഒരിക്കലും തോന്നിയിട്ടില്ല. മാത്രമല്ല, എനിക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യത്തിനും അമ്മ എന്നെ നിർബന്ധിച്ചിട്ടുമില്ല. മോർ ദാൻ എ മദർ, ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ എന്ത് ഡിസൈഡ് ചെയ്താലും ഷീ ഈസ് ഓൾവേസ് വിത്ത് മീ. ഒരു ദിവസം അമ്മയുടെ പേഴ്സണൽ ഡയറി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ അമ്മ എഴുതിയൊരു വാചകം, ഇപ്പോഴും അമ്മ അച്ഛനെ സ്നേഹിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ കഴിഞ്ഞ 25 വർഷക്കാലത്തിനിടയിൽ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയൊരു നിമിഷമായിരുന്നു അത്. ആ ഡയറിയോടൊപ്പം അച്ഛനെ കോൺടാക്ട് ചെയ്യാനുള്ളൊരു അഡ്രസ്സും എനിക്ക് കിട്ടി. ഹലോ, അമ്മ ഇപ്പോൾ എവിടെയാ? ഞാനിപ്പോഴും സ്കൂളിൽ തന്നെയാ. റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. എന്താടാ? അമ്മ, ഞാൻ കാർത്തികിനെ കാണാൻ പോവാ കോട്ടയത്ത്. എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യമുണ്ടോ? ഇല്ല, ചുമ്മാ അവനൊന്ന് കാണാൻ വേണ്ടിയിട്ട്. ശരി, രാത്രിയാണ്, സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്ത് പോണം. ഓക്കെ, എത്തിയിട്ട് വിളിക്കണേ. ബൈ അമ്മ, ടേക്ക് കെയർ. ശരിയടാ. പിന്നീട് മറിച്ചൊന്നും ചിന്തിക്കാൻ എനിക്ക് തോന്നിയില്ല.
ഡയറിയിൽ നിന്ന് കിട്ടിയ അഡ്രസ്സ് അനുസരിച്ച് അച്ഛനെ പോയി കണ്ട് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ എന്തിനു വേണ്ടിയാണോ ഈ യാത്ര പുറപ്പെട്ടത് അതിന് തൽക്കാലത്തേക്കൊരു അവസാനം ഉണ്ടാകുകയാണ്. ഇവിടെ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഒന്നേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് എൻ്റെ അമ്മയെ കാണണം. അർജുൻ, റോഡിൽ തലപൊട്ടി കിടക്കുമായിരുന്നു. അവിടെയുള്ള ആരൊക്കെയോ ചേർന്നാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. നിന്നെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടിയതുമില്ല. അതുകൊണ്ടാണ് നിന്റെ അമ്മയെ വിളിച്ചത്. ഹോസ്പിറ്റലിലുള്ള ആരോ ഫോൺ എടുത്തപ്പോഴാണ് കാര്യം അറിഞ്ഞത്. നീ വന്നേ. ഇനിയുള്ള ജീവിതം അതാർക്കു വേണ്ടി എന്തിനു വേണ്ടി എന്നറിയാതെ കഴിച്ചു കൂട്ടിയ ദിവസങ്ങൾ. അച്ഛൻ്റെ സാന്നിധ്യം ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും അച്ഛനെ ഒന്ന് വിളിക്കാനോ അമ്മയുടെ മരണം അറിയിക്കാനോ എനിക്ക് തോന്നിയില്ല. എൻ്റെ അമ്മയില്ലാത്ത ഈ വീട്ടിലേക്ക് ആരും ഒരു കൂട്ടായി വരണ്ടെന്ന് എനിക്ക് തോന്നി. സർ, എന്നെ രക്ഷിക്കണം. രണ്ടുപേരും എന്നെ പിന്തുടർന്ന് ഉപദ്രവിക്കാൻ ശ്രമിക്കുക. അവിടെയുണ്ട്. പോലീസ്, ആരാടാ നീ? എവിടെയുള്ളത് നീ? വണ്ടി ഇറ. ഇപ്പം നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത്? ഞാൻ കൊണ്ടുവിടാം. എനിക്ക് പോകാനൊരു ഇടമില്ല. വിളിച്ചോണ്ട് പോകാനും ആരുമില്ല. അകത്തേക്ക് വന്നോളൂ. ഇതെൻ്റെ വീടാണ്. ഈ രാത്രി നിങ്ങളെ സേഫായിട്ടാക്കാൻ ഒരു സ്ഥലവും എനിക്ക് പരിചയമില്ല. ഇന്നൊരു രാത്രി ഇവിടെ കഴിയാം. നാളെ ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി നൽകാം. എന്നിട്ട് നിങ്ങളെ സേഫായിട്ടൊരു സ്ഥലത്ത് ഞാൻ എത്തിക്കാം. സാറ് പോലീസാന്ന് പറഞ്ഞു. ഞാൻ പോലീസൊന്നുമല്ല. അത് അവന്മാരെ ചുമ്മാ വരട്ടാൻ പറഞ്ഞതാ. അകത്ത് പോയി റെസ്റ്റ് എടുക്കുക. ഒരുപാട് നന്ദിയുണ്ട് സാർ. ഈ രാത്രി ആ സ്ത്രീയെ അവിടെ തനിച്ചാക്കിയിട്ട് വരാൻ എനിക്ക് തോന്നിയില്ല. പകരം അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ തീരുമാനിച്ചു. അമ്മ എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിലും ഇത് തന്നെയായിരിക്കും എന്നോട് പറയുന്നത്. എന്താ ഇവിടെ ഇരിക്കുന്നത്? ഈ ഫോട്ടോയിൽ കാണുന്നത് ആരാ? അതെൻ്റെ അമ്മയാ. ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. ഇപ്പോൾ 1 വർഷമായി. എനിക്കറിയാം സാറിന്റെ അമ്മയെ. അതൊരു ആക്സിഡന്റ് അല്ല, കൊന്നതാ. കൊന്നതോ? നിങ്ങൾ എന്തൊക്കെയാ പറയണേ? സാർ ആരിൽ നിന്നാണോ എന്നെ രക്ഷിച്ചത് അതേ ആൾക്കാരുടെ പിടിയിൽ മുമ്പ് ഞാൻ അകപ്പെട്ടപ്പോഴാ സാറിന്റെ അമ്മയെ ഞാൻ കണ്ടുമുട്ടുന്നത്.
എന്നെ ആശ്വസിപ്പിച്ച് എനിക്ക് വേണ്ട ധൈര്യം തന്ന് എന്നെ കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്താണ് ഡേയ്, മര്യാദയ്ക്കൊന്ന് വണ്ടി കയറുന്ന നല്ലത്. വെറുതെ ഒരു സീൻ ഉണ്ടാക്കണ്ട. താനാരാ? എന്തിനാ ഈ കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്? ദേ, വെറുതെ പണി വാങ്ങിച്ച് പിടിക്കല്ലേ. തിരിച്ച് വീടെത്തണമെങ്കിൽ സ്ഥലം വിട്ടോ. വിട്ടോ വിട്ടോ. താൻ ആരെയാടോ പേടിപ്പിക്കുന്നേ? നിന്നെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാ വേണ്ടത്. മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോ, അല്ലെങ്കിൽ ഞാനിപ്പോ പോലീസിനെ വിളിക്കും. ശിവണ്ണോ, ഇവർക്ക് പോലീസിനെ വിളിക്കണോ? என்னம்மா போலீஸ்னை கூப்பிடணுமா? சரி கூப்பிடு. கூப்பிடும்போது சிவமணியை அடிச்சிட்டேன்னு சொல். എൻ്റെ അമ്മ എന്നെ വിട്ടു പോകാൻ സമയമായി എന്ന് കരുതി ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിച്ച് കഴിഞ്ഞ നാളുകളുണ്ടായിരുന്നു. പക്ഷെ മറ്റൊരുവൻ എൻ്റെ അമ്മയെ വെള്ളത്തുണി കൊണ്ട് മൂടിപ്പൊതിപ്പിച്ച് കിടത്തിയതാണെന്നറിഞ്ഞ ആ നിമിഷം ഞാൻ തീരുമാനിച്ചു, ഇനിയുള്ള നാളുകൾ അത് ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി ആകണമെന്ന്. എനിക്ക് സാറിന്റെ മാനസികാവസ്ഥ മനസ്സിലാവും. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഞാനും സാറിന്റെ അമ്മ മരിക്കാൻ ഒരു കാരണക്കാരിയാ. ശിവമണി അവൻ വെറും ദുഷ്ടനാ. എന്റെ ജീവിതം ഇല്ലാതാക്കിയത് അവനാ. ഓട്ടോ ഡ്രൈവറായിരുന്ന എന്റെ ഭർത്താവ് ശിവമണിയുടെ കൂട്ടാളി രവിയിൽ നിന്നും കുറച്ച് പൈസ കടം വാങ്ങിയിരുന്നു. വാങ്ങിച്ച പൈസ മുഴുവനായി തിരിച്ചു കൊടുത്തെങ്കിലും എന്റെ ഭർത്താവിനെ നിരന്തരം ശല്യപ്പെടുത്തുകയും ഓട്ടോ ഓടി കിട്ടുന്ന കാശ് തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു. ശല്യം സഹിക്കാൻ വയ്യാതായപ്പോ ഞങ്ങൾ പോലീസിൽ ഒരു പരാതി നൽകി. പക്ഷെ അതിന്റെ പേരിൽ അവിടെ കൊണ്ടും അവരുടെ പക തീർന്നില്ല. ആ സംഭവത്തിന് ശേഷം അവരെന്നെ കൊണ്ടുപോയി. എന്നിട്ട് ശിവമണി എന്നെ എനിക്ക് സാറിനോട് ഒന്നേ പറയാനുള്ളൂ, അവനെ വെറുതെ വിടരുത്. ഇനി ഒരു സ്ത്രീക്കും ഇങ്ങനൊരു ഗതി ഉണ്ടാവരുത്. ശിവമണി ഈസ് എ ബോൺ ക്രിമിനൽ, റേപ്പിസ്റ്റ്, ഗാങ്സ്റ്റർ, അങ്ങനെ എന്തോ വേണം വിളിക്കാവുന്നത്. ജനിച്ചതും വളർന്നതുമൊക്കെ പേരായൂർ മധുര. പക്ഷെ കേരള, ബോംബെ, ആന്ധ്ര, തമിഴ്നാട് അങ്ങനെ നീണ്ടുപോകും അവൻ്റെ കോൺടാക്ട്സ്. അവൻ്റെ പേരിൽ അനവധി കേസുകളുണ്ട്. മർഡർ, കിഡ്നാപ്പിംഗ്, പിന്നെ റേപ്പ് കേസുകൾ. 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളും അതിൽ പെടും. പക്ഷെ ഒന്നിനൊരു തെളിവില്ല. എന്തിന്? അവൻ്റെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വെച്ച് അവനെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ പോലും പോലീസുകാർ ധൈര്യപ്പെടുന്നു. എടാ, നമ്മളെ കൊണ്ട് അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എൻ്റെ അമ്മയെ നടുറോട്ടി വെച്ച് തല്ലിക്കുന്നവനെ വെറുതെ വിടണമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? എടാ, അതല്ല. എനിക്ക് നിന്റെ മാനസികാവസ്ഥ മനസ്സിലാവും. ഇത് സിനിമയല്ല, ജീവിതമാണ്. നീ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അവനെ വെറുതെ വിടരുത്. ഇത് സിനിമയല്ല, ജീവിതമാണ്. നീ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ജീവിച്ചിരുന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളിൽ എടുത്തു പറയാനായി എനിക്കൊന്നുമില്ല. പക്ഷേ ഇനിയുള്ള ജീവിതം അതെൻ്റെ അമ്മ കാണിച്ചു തന്ന വഴികളിലൂടെ ആയിരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. വർഷങ്ങൾ പിന്നിട്ടു. ഇന്നെൻ്റെ പേരിനോടൊപ്പം ഒരു സത്യമുണ്ട്. സത്യമാകുന്ന വഴിയിലൂടെയാണ് ഇനിയുള്ള എൻ്റെ യാത്ര.
Today, I am Arjun Kishore, Assistant Commissioner of Police. വർഷങ്ങൾ കഴിയുന്തോറും ചിലതിന് വീര്യം കൂടും, ചിലതിന് വീര്യം കുറയും. ഇന്ന് നമ്മുടെ സമൂഹത്ത് സ്ത്രീകൾക്ക് ചുറ്റുമുള്ള നിയമങ്ങൾ അതുപോലെയാണ്. വീര്യം കുറഞ്ഞ് വെറും അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കാവുന്ന ചില വാചകങ്ങൾ മാത്രമായി മാറും. ഓ, സാറാണല്ലേ അപ്പോൾ പുതിയതായി ചാർജ് എടുത്ത ACP? വേണ്ട സാറേ, ഒരു പോലീസുകാരൻ ഇതിനു മുമ്പ് ഇത്ര ധൈര്യത്തോടെ ഇവിടെ കയറി വന്നിട്ടില്ല. ശിവണ്ണ അറിഞ്ഞ നീ തീർന്ന്. നിന്റെ ശിവാണനെ നിന്റെ അടുത്തേക്ക് ഞാൻ പറഞ്ഞു വിട്ടേക്കാം. അപ്പോൾ നീ നേരിട്ട് പറഞ്ഞാൽ മതി. വർഷങ്ങൾ എത്ര കഴിഞ്ഞിട്ടും ഞാൻ കാത്തിരുന്നു ശിവമണിയെ എല്ലാ അധികാരത്തോടെ എൻ്റെ കൈകളിൽ കിട്ടാൻ. ഇന്ന് ആ ദിവസമാണ്. அப்புறம் எப்படி இருக்கு? நல்லா இருக்கா? நான் நல்லா இருக்கு சார், ரொம்ப நல்லா இருக்கு. உனக்கு தான் 2 ബുള്ളറ്റ് വേസ്റ്റ് ആച്ചേ. അത് ചുമ്മാ ഞാൻ വന്നെന്ന് നിനക്കൊരു സിഗ്നൽ തന്നതാ. നിന്നെ അങ്ങനെ പെട്ടെന്ന് കൊല്ലാൻ പറ്റുമോ? എന്നാ സാർ എന്നെ കൊല്ല പോറിയാ? പിന്നെ ഈ രാത്രി കഷ്ടപ്പെട്ട് ഉറക്കൊഴിഞ്ഞ് നിന്നെയും കാത്തിരുന്നത് നിന്റെ കൂടെ മാമാപ്പണി ചെയ്യാനെന്ന് വിചാരിച്ചോടാ പന്ന മോനെ. சாவை பார்த்து பயம் இல்லை சார். நான் சத்தா இன்னொரு சிவமணி வரும். ഹേ അവൻ്റെ ഗതിയും ഇത് തന്നെയാടാ. നീയൊക്കെ കൂടെ ചേർന്ന് എത്ര പെണ്ണുങ്ങളുടെ ജീവിതമാടാ ഇല്ലാതാക്കിയേ. அது ஒரு தனி கிக்கு சார். எந்த சரக்கு கிடைச்சாலும் கிடைக்காது. என் மேலே நிறைய ரேப் கேஸ் இருக்கு, ஒத்துக்கிறேன். என்னை அரெஸ்ட் பண்ணுங்க சார். എന്നെ കൊല്ലരുതക്ക് എന്ത ചട്ടവും ഇല്ല. നിന്നെ കൊല്ലാൻ നിയമമില്ലെന്ന് ആരാടാ പറഞ്ഞേ? IPC 376(e) E4 എൻകൗണ്ടർ ഫോർ ദ റേപ്പിസ്റ്റ്. അനേകം സ്ത്രീകളുടെ ജീവിതം ഇല്ലാതാക്കിയ കൂട്ടത്തിൽ എൻ്റെ അമ്മയും ഉണ്ടെന്ന സത്യം ഞാൻ അവനെ അറിയിച്ചില്ല. എൻ്റെ അമ്മയെപ്പോലെ തന്നെ മറ്റുള്ളവരും ഒരു സ്ത്രീയാണ്. ഇനിയുള്ള രാത്രികളിലെങ്കിലും അവർ സമാധാനമായി ഉറങ്ങിക്കോട്ടെ. അർജുൻ കിഷോറും അദ്ദേഹത്തിൻ്റെ നിയമങ്ങളും തികച്ചും സാങ്കല്പികമാണ്. സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിക്കുന്നവർക്ക് മരണത്തിൽ കുറഞ്ഞൊരു ശിക്ഷയില്ലെന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന വെറും അവകാശവാദം മാത്രമാണ്. എൻകൗണ്ടർ എന്ന നിയമം നമ്മുടെ കേരളത്തിലില്ല. എന്നാൽ സ്ത്രീകൾക്ക് ചുറ്റുമുള്ള അനീതികൾക്കെതിരെ ഈ നിയമം കേരളത്തിനകത്തും പുറത്തും നടപ്പിലാകുമോ എന്നുള്ളത് ഉത്തരം കിട്ടാത്ത അനേകം ചോദ്യങ്ങളിൽ ഒന്ന് മാത്രം.